ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ ഒന്ന് കണ്ടാലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫിഷ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള മസാലയാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ചെറിയ ഉള്ളി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്ത് ഫിഷിൽ തേച്ച് പിടിപ്പിച്ചൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്, മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. ആ സമയം കൊണ്ട് ഒരു ഒഴിച്ചുകറി വെക്കാനായിട്ട് തക്കാളിയും മുരിങ്ങയ്ക്കയും പച്ചമുളകും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ കട്ട് ചെയ്ത തക്കാളിയും മുരിങ്ങയ്ക്കയും പച്ചമുളകും കൂടി ഒരു ചട്ടിയിലിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്ന് വേവാൻ വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് വെന്ത് വരട്ടെ. ആ സമയം കൊണ്ട് അതിനാവശ്യമുള്ള അരപ്പൊന്ന് തയ്യാറാക്കാം. അപ്പോൾ തേങ്ങ, കുറച്ച് കാശ്മീരി മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ശകലം ഉലുവാപ്പൊടി, ഇത്രയും നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മുരിങ്ങയ്ക്കയും തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഈ അരപ്പും കൂടി ചേർത്ത് ഒന്ന് തിള വരുമ്പോഴേക്കും ഓഫാക്കാവേ. ഇനി അതിന് ആവശ്യമായിട്ടുള്ള കടുകൊന്ന് താളിക്കുകയാണ്. ഒപ്പം തന്നെ കുറച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് വറുത്തെടുത്ത് ഇടുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കറി തയ്യാറായി. ഇനി ഞാനൊരു ബീൻസും ക്യാരറ്റും കൂടി ഒരു തോരൻ വയ്ക്കുകയാണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബീൻസ് ഞാൻ ചോപ്പിംഗ് ബോർഡിലൊന്ന് അരിഞ്ഞെടുത്തു. ക്യാരറ്റ് ഞാനൊരു ഇലക്ട്രിക് ചോപ്പറിലൊന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ്. ഇത് പ്രീതിയുടെ ചോപ്പറാണ്, വളരെ നല്ലൊരു ചോപ്പറാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ക്യാരറ്റും ബീൻസും ഒക്കെ കട്ട് ചെയ്തെടുത്തു. ഇനി ഒരു പാൻ വെച്ചിട്ട് കടുക് പൊട്ടിച്ച ശേഷം ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന ക്യാരറ്റും ബീൻസും ഇട്ടു. ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് മൂടി വെച്ച് വേവുമ്പോഴേക്കും നമുക്ക് ഇതിനാവശ്യമുള്ള അരപ്പൊന്ന് തയ്യാറാക്കാം. അപ്പോൾ തേങ്ങയും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും ഒരു പച്ചമുളകും കൂടി ഇട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കുമ്പോഴേക്കും നമ്മുടെ തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മസാല തേച്ച് വെച്ച് ഫിഷും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഫിഷും കൂടി ഫ്രൈ ചെയ്തെടുത്തപ്പോഴേക്കും ഇന്നത്തെ ടേസ്റ്റി ആയിട്ടുള്ള ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞ്. ഇത് വളരെ ടേസ്റ്റിയാണ്. അപ്പം നമ്മൾ ഒഴിക്കാനായിട്ട് തക്കാളിയും മുരിങ്ങയ്ക്കയും കൂടി ഇട്ട കറിയാണ് വെച്ചത്, പിന്നെ ഒരു തോരനും ഫിഷ് ഫ്രൈയും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.